CPIM വണ്ടൂർ ഏരിയ സമ്മേളനം കരുവാരകുണ്ടിൽ ഡിസംബർ 11, 12, 13 തീയതികളിൽ നടക്കുന്നു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള മീഡിയ റൂമിന്റെ ഉദ്ഘാടനം CPM ഏരിയ സെക്രട്ടറി B. മുഹമ്മദ് റസാഖ് നിർവഹിച്ചു. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ, പ്രതിനിധി സമ്മേളനങ്ങൾ, പൊതുസമ്മേളനം, റെഡ് വാളണ്ടിയർ മാർച്ച്, പ്രകടനം എന്നിവയും നടക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് ഫ്രീഡം ഫെയിംസ് എന്ന പേരിൽ 3 ദിവസത്തെ സിനിമാ പ്രദർശനം, പുസ്തകമേള, ഫുട്ബോൾ മത്സരം, കരുവാരകുണ്ടിലെ സാഹിത്യപ്പെരുമ, ക്രിയേറ്റീവ് കാറ്റലിസ്റ്റ് എന്ന പേരിൽ യൂത്ത് പ്രതിഭാസംഗമം, ചരിത്ര പ്രദർശനം, കാർഷിക മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതീക്ഷകളും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം, നാം നടന്നു തീർത്ത വഴികൾ എന്ന പേരിൽ തലമുറ സംഗമം, സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് അതുൽ നറുകരയുടെ നേതൃത്വത്തിൽ സോൾ ഓഫ് ഫോക്ക്, നാടൻ പാട്ട് എന്നിവ അരങ്ങേറും. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിനോട് അനുബന്ധിച്ച വണ്ടൂർ ഏരിയ സമ്മേളനത്തിന് കരുവാരക്കുണ്ട് വേദിയാവാൻ പോവുകയാണ്. ഡിസംബർ മാസം 11, 12, 13 തീയതികളിലായി ഈ വണ്ടൂർ ഏരിയക്കകത്തുള്ള 9 ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 132 പ്രതിനിധികളും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കളും ഉൾപ്പെടെ അവിടെ സമ്മേളിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം വണ്ടൂർ ഏരിയക്കകത്ത് CPIM നടത്തിയ സമര സംഘടനാ പ്രവർത്തനങ്ങൾ, അതിൻ്റെ നേട്ടവും കോട്ടവും, സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIM ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ എത്രത്തോളം വിജയം കണ്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള പരിശോധന, പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും തലനാരിഴകീറി പരിശോധിക്കുന്ന വളരെ ബൃഹത്തായൊരു ജനാധിപത്യ പ്രക്രിയയാണ് സമ്മേളനത്തിൻ്റെ ഭാഗമായി CPIM നടത്താൻ പോകുന്നത്. ഇന്നത്തെ കാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIMൻ്റെ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാട് അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യയശാസ്ത്രം അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കയ്യിലേ ഉള്ളൂ എന്ന് നാൾക്കുനാൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ പ്രയാസങ്ങൾ, രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അതിനെ മുറിച്ചു കടക്കാനും മറികടക്കാനുമുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണമെന്നാണ് CPIMൻ്റെ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ നിലയിൽ വണ്ടൂർ ഏരിയക്കകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി എടുക്കാൻ പോവുകയാണ്. കരുവാരക്കുണ്ടിൽ ഇതിനുവേണ്ടി രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ നല്ല മുന്നൊരുക്കമാണ് ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നത്. പ്രചരണ പ്രവർത്തനങ്ങൾ ഈ ഏരിയക്കകത്താകെ നടത്തിക്കഴിഞ്ഞു. ഈ ഏരിയയിലെ വിവിധ ഭാഗങ്ങളിലായി CPIMൻ്റെ പ്രവർത്തക യോഗങ്ങൾ, കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും ആവേശകരമായൊരു സംഭവം, ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ മാതൃകാപരമായൊരു പ്രവർത്തനമാണ് ഇവിടെ സംഘാടക സമിതി നടത്തിയത്. കരുവാരക്കുണ്ടിലെ 1000 പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ സ്ഥാപിച്ച ഹുണ്ടികകളിലൂടെ ഇതിനുള്ള ധനസമാഹരണം നടത്താൻ പോകുന്നു. 1000 വീടുകളിലെ 1000 കുടുംബങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇത് മുമ്പൊരിക്കലുമില്ലാത്ത ഒരു പുതിയ മാതൃകയാണ്. മാത്രമല്ല, ഈ സമ്മേളനത്തോടനുബന്ധിച്ച് 16 അനുബന്ധ പരിപാടികളാണ് അടുത്ത ദിവസങ്ങളിലായി, ഇന്നു മുതൽ അടുത്ത 11-ാം തീയതി വരെയായി കരുവാരക്കുണ്ടിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് ആരംഭിക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ മുതൽ കാലിക പ്രസക്തമായ നിരവധി വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള സെമിനാറുകൾ, കലാപരിപാടികൾ, കായിക മത്സരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലുള്ള എല്ലാ വിഭാഗത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രൂപത്തിലുള്ള വിവിധ പരിപാടികൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരുവാരക്കുണ്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അവിസ്മരണീയമായൊരു മുഹൂർത്തമായി ഈ സമ്മേളനം മാറുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹായവും അഭ്യർത്ഥിക്കുന്നു. മുൻ MLA കണ്ണൻ, A. അർജുനൻ, AK സജാദ് ഹുസൈൻ, KK ജെയിംസ് മാസ്റ്റർ, TM രാജു, E. ലിനീഷ് എന്നിവർ സംബന്ധിച്ചു.